ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് സുപ്പുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വട്ടുപത്തിരിയാണ്. കുട്ടികൾക്കൊക്കെ സ്നാക്സായിട്ട് നമുക്ക് ഉപയോഗിക്കാം, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഇതൊരു എണ്ണ പലഹാരം ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി നല്ലത് നമുക്ക് ഈവനിങ് സ്നാക്സായിട്ട് നമുക്ക് കഴിക്കാനാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത്, ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അരിപ്പൊടിയാണ്. നൈസ് അരിപ്പൊടി നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തതാണ് ഞാൻ ഈ കാണുന്നത്. നന്നായിട്ട് വറുത്തെടുക്കണം. അങ്ങനെ നന്നായിട്ട് വറുത്തെടുത്ത ഈ അരിപ്പൊടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെയൊക്കെ പാകത്തിന് ഉപ്പിട്ട് എടുക്കുക. ഇപ്പോൾ ചിലർക്ക് കുറച്ച് ഉപ്പ് വേണ്ടയുള്ളൂ വെച്ചെങ്കിൽ അങ്ങനെ ഉപ്പിട്ടാൽ മതി. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, ഉപ്പിടുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാനിതിലേക്ക് ഇതിൻ്റെ മറ്റൊരു ഇൻഗ്രീഡിയൻ്റാണ് നല്ല ജീരകം. ജീരകം തന്നെയാണ് ഇത്, നല്ല ജീരകമാണ് നമ്മൾ ഇടേണ്ടത്. ഞാനിതേപോലെ തന്നെ ഇതിലേക്ക് ഇത് ഏകദേശം ഒരു 1.5 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 1.5 കപ്പ് പൊടിയിലേക്ക് ഞാനൊരു 3/4 ടീസ്പൂണ് ജീരകം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിതൊരു 1/2 മുറി തേങ്ങ ചിരകിയതാണ്. ഈ 1/2 മുറി തേങ്ങ ചിരകിയതാണ് നമ്മളിതിലേക്ക് ഇടേണ്ടത്. അപ്പോൾ അതിനെക്കാട്ടി മുന്നേ നമുക്കിതിനി മിക്സ് ചെയ്തിട്ട് കുറച്ച് ഡ്രൈ ആയിട്ടുള്ളൊരു മാവാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനത്തെ മാവൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എണ്ണ ചേർക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോഴും അതേപോലെ തന്നെ 1 ടീസ്പൂൺ എണ്ണ ഞാനിതിൽ ചേർക്കുകയാണ്. കുറച്ചും കൂടി മാവൊന്ന് സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യണത് പച്ചവെള്ളമല്ല, നമ്മൾ ആഡ് ചെയ്യണത് ഇത് നല്ല ഇതായിട്ടുള്ള വറുത്ത പൊടി തന്നെയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ നല്ല തിളപ്പിച്ച വെള്ളം, അല്ലെങ്കിൽ തിളപ്പിച്ച ആറിയ വെള്ളമല്ല, നല്ല തിളപ്പിച്ച വെള്ളം അങ്ങനെ തന്നെയാണ് നമ്മളിതിലേക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളമാണ് ഇപ്പം തിളപ്പിച്ചിട്ട് വെച്ചിട്ടുള്ളൂ. അതിലേക്ക് ഞാനിത് ആഡ് ചെയ്യുന്നുണ്ട്. കുറേശ്ശെ ആഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇപ്പോൾ നമ്മളൊരു അളവിന് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം വെള്ളം കൂടും. അപ്പോൾ ഇതൊരു കട്ട പോലെ വരാൻ പാടുള്ളൂ. ഏകദേശം നമ്മൾ കുറച്ചും കൂടി നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാനൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി. ഇനി ഇതൊന്ന് കൈ കൊണ്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ ശരിക്കും ഇപ്പോൾ ഈ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അറിയണ്ടായിരിക്കും, നൂൽപുട്ടിൻ്റെ ഏകദേശം ഒരു പാകമായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. കാരണം വല്ലാണ്ട് വെള്ളം കൂടാൻ പാടില്ല. കാരണം ഇതിലേക്ക് നമ്മൾ തേങ്ങ ഇടുമ്പോൾ, നാളികേരം ഇടുമ്പോൾ, ആ നാളികേരത്തിൽ വരുന്ന നാളികേരപ്പാലും കൂടി ഇതിൽ മിക്സ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ലൂസാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വല്ലാണ്ട് ലൂസാക്കാൻ പാടില്ല. അപ്പോൾ ഏകദേശം അങ്ങനെ ഒരു പരിവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ നാളികേരം ഇതിലേക്ക് ഫില്ല് ചെയ്യാം. ഇതേപോലെ തന്നെ വീണ്ടും നമ്മൾ നന്നായിട്ട് കുഴയ്ക്കാം. ചിലർ ഈ വട്ടുപത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് നാളികേരം ഇടില്ല, ജീരകം മാത്രമേ ഇടുള്ളൂ. ഞാനൊന്നും കൂടിയും ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുള്ള പരിവാണിത്. ഈ കുഴച്ചെടുത്തത് ഇനി നമ്മൾ ഇങ്ങനെ വട്ടുപത്തിരി എന്ന് പറയുമ്പോൾ ആ വട്ടത്തിൽ നമ്മളിങ്ങനെ എടുക്കണം. ഇനി നമ്മളിങ്ങനെ കുഴച്ച് വെച്ചിട്ടുള്ളതെന്ന് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുട്ടണ പോലെ തന്നെ, പക്ഷേ നമ്മൾ ചപ്പാത്തി നല്ല നൈസാണ്, ഇത് കുറച്ച് നമുക്ക് കട്ടിയിൽ വേണം. ഞാൻ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നല്ല ഉരുളയിട്ട് ഉരുട്ടിയിട്ടുണ്ട്. ഇനി ഞാനിങ്ങനെ ഒരു കവറിൽ കുറച്ച് എണ്ണ തേച്ചിട്ട്, അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ മേടിച്ചിട്ടുള്ള പാക്കറ്റ് തന്നെയാണ്, അത് പൊളിച്ചിട്ടാണ് കുറച്ചും കൂടി നമുക്ക് ബെറ്ററാണ്. അപ്പോൾ എന്നിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഇങ്ങനെ കുറച്ച് കനത്തിൽ ഇതേപോലെ വയ്ക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ നമുക്ക് ഷേപ്പിൽ ചെറുതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ചെയ്യാം. ഞാൻ ഈ ഒരു മെഷർമെൻറ്റിന് വേണ്ടിയിട്ട്, അതിന് കറക്റ്റ് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതേപോലെ അങ്ങനെ വയ്ക്കുക, പ്രസ് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ നമ്മൾ ആക്കിയിട്ട് വയ്ക്കുക. അപ്പോൾ ഞാനിത് ബാക്കിയുള്ളതും കൂടി ആക്കട്ടെ. അപ്പോൾ ഞാൻ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വട്ടുപത്തിരികളാണിത്. ഇനി നമുക്കിത്, ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് പൊടിയിൽ ഏകദേശം ഒരു 16 എണ്ണോളം എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ വറുത്തെടുക്കണം.
അപ്പോൾ ഞാൻ തന്നെ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 100 ഗ്രാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഞാൻ 100 ഗ്രാമാണ് ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി എണ്ണയൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ശരിക്കും നമുക്കിതിൽ പഴംപൊരിയൊക്കെ നമ്മൾ വറുക്കണ പോലെ അങ്ങനെ വേണമെങ്കിൽ വറുത്തെടുക്കാം. ഞാനിങ്ങനെ അപ്പുറപ്പുറമായിട്ട് വേവിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 എണ്ണമാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇനി ഇതൊന്ന് ഒരു യെല്ലോ ഷെയ്ഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് അപ്പുറം മറിച്ചിട്ട് കൊടുക്കണം വീണ്ടും. അപ്പോൾ അപ്പുറം നമ്മളിങ്ങനെ മറിച്ചിട്ടൊരു ബ്രൗൺ ഷെയ്ഡ്, നല്ല ബ്രൗൺ അല്ല, നമ്മളൊന്ന് അങ്ങോട്ട് മൂത്തൊന്ന് ആയി കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഞാൻ ഒന്ന് അതായപ്പോൾ ഞാൻ ഇപ്പുറം മറിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ചെറിയൊരു കളർ മാറ്റം വന്നിട്ടുണ്ട്. ഇതൊന്ന് എണ്ണയിലൊന്ന് മുരിഞ്ഞ് കിട്ടാനുള്ളൊരു ഇത് മാത്രമേ നമ്മൾ അപ്പുറം നമ്മളിങ്ങനെ നന്നായിട്ട് വേവി ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറല്ല, ഈ ഒരു പാകത്തിന് മാത്രമേ നമുക്ക് വേണ്ടി വരുള്ളൂ. ഞാനിത് അപ്പുറം മറിച്ചിട്ട് കഴിഞ്ഞാൽ വെച്ചെങ്കിൽ നല്ല ക്രിപ്സി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വട്ടുപത്തിരി. അപ്പോൾ എല്ലാവരും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുള്ള ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.